മുഴുവൻ മനുഷ്യരും ഈ ഭൂമുഖത്ത് ജനിക്കുന്നത് ശുദ്ധ പ്രകൃതത്തോടുകൂടെയാണ്. അള്ളാഹുവിൻ്റെ തൗഹീദിനെയും മറ്റു സത്യങ്ങളെയും എല്ലാം അംഗീകരിക്കുന്ന ശുദ്ധമായ മനസ്സ്. ഈ ശുദ്ധമായ പ്രകൃതത്തോടു കൂടെ പടക്കപ്പെടുന്ന മനുഷ്യൻ പിന്നീട് ബാഹ്യമായ ഇടപെടൽ കാരണമായി അവൻ ദുർമാർഗിയായിട്ട് മാറുകയാണ്. ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ യാഥാർത്ഥ്യം ഒരു ഹദീസിലൂടെ പഠിപ്പിക്കുന്നു. കുല്ലു മൗലൂദിൻ യൂലദു അൽ ഫിത്ര ഫഅബവാഹു യുഹവ്വിദാനിഹി ഔ യുനസ്സിറാനിഹി ഔ യുമജ്ജിസാനി. എല്ലാ കുഞ്ഞുങ്ങളും ശുദ്ധമായ പ്രകൃതിയോടുകൂടെയാണ് പ്രസവിക്കപ്പെടുന്നത്. പിന്നീട് അവൻ്റെ മാതാപിതാക്കൾ അവനെ ജൂതനോ ക്രിസ്ത്യനോ മജൂസിയോ മറ്റോ ആക്കി മാറ്റുകയാണ്. അഥവാ മനുഷ്യൻ ജീവിക്കുന്ന ചുറ്റുപാടുകളും അവൻ്റെ പരിസര സാഹചര്യങ്ങളും അവൻ ഇടപെടുന്ന മേഖലകളും അവൻ്റെ മറ്റുള്ളതായ ചുറ്റുപാടുകളും മനുഷ്യനെ ദുർമാർഗത്തിലേക്ക് നയിച്ചു കൊണ്ടുപോകുന്നു. അല്ലാഹു തആല പടക്കുമ്പോഴുള്ള അതേ പ്രകൃതം തന്നെ നിലനിർത്തി മറ്റ് ഇടപെടലുകളൊന്നുമില്ലാതെ മനുഷ്യനെ ജീവിക്കാൻ വേണ്ടി വിടുകയാണെങ്കിൽ തീർച്ചയായിട്ടും മനുഷ്യൻ തൗഹീദിൻ്റെ വക്താവായിരിക്കും, സത്യത്തിൻ്റെ വക്താവായിരിക്കും, എല്ലാ നന്മയുടെയും കേദാരമായിരിക്കും. നേരെ മറിച്ച് മറ്റുള്ളതായ സാഹചര്യങ്ങൾ കാരണമായിട്ട് തിന്മ മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് കയറിക്കൂടുമ്പോഴാണ് മനുഷ്യൻ ദുഷിച്ചു പോകുന്നത്. അതുകൊണ്ടാണ് അല്ലാഹു തആല പടക്കുമ്പോഴുണ്ടായിരുന്ന അതേ ആ പ്രകൃതത്തെ മുറുകെ പിടിക്കണമെന്നും കാത്തു സൂക്ഷിക്കണമെന്നും വിശുദ്ധമായ ഖുർആൻ നമ്മെ ഉത്ബോധിപ്പിച്ചത്. ഫിത്രത്തല്ലാഹി അല്ലത്തി ഫതറന്നാസ അലൈഹാ ലാ തബ്ദീല ലിഖൽഖില്ലാ. അല്ലാഹു തആല പടക്കുമ്പോഴുണ്ടായിരുന്ന ആ ശുദ്ധമായ പ്രകൃതം നിങ്ങൾ മുറുകെ പിടിക്കണം. ലാ തബ്ദീല ലിഖൽഖില്ലാ. അല്ലാഹു തആലാൻ്റെ ആ സൃഷ്ടിപ്പിൽ മാറ്റം വരുത്തരുത്. ഇത് അല്ലാഹു തആലാൻ്റെ നിർദ്ദേശമാണ്. പക്ഷേ സാഹചര്യങ്ങളുടെ പ്രതികൂലത കാരണമായിട്ട് മനുഷ്യൻ തിന്മയിലേക്ക് പോവുകയും അവൻ്റെ ഹൃദയത്തിൽ ദുഷിച്ച ചിന്തകൾ കുന്നുകൂടുകയും ചെയ്യും. മോശപ്പെട്ട ഗുണങ്ങൾ ഹൃദയത്തിൽ തടിച്ചുകൂടും. അഹങ്കാരവും അസൂയയും ഉൾനാട്യവും അതുപോലത്തെ പലതും ഹൃദയത്തിലേക്ക് വരുമ്പോൾ പിന്നെ അദ്ദേഹത്തിൻ്റെ ചിന്തകളും കാഴ്ചപ്പാടുകളുമെല്ലാം മോശപ്പെട്ടതായിട്ട് മാറുകയാണ്. അത്തരം ദുഷിച്ചതായ ചിന്തകൾ ഹൃദയത്തിൻ്റെ അകത്തേക്ക് വന്നു തുടങ്ങിയാൽ പിന്നെ പൈശാചികമായ സ്വാധീനം ആ ഹൃദയത്തിൽ വലുതായിരിക്കും. പിശാചിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതായ സ്ഥലം മോശപ്പെട്ട കാര്യം ഉള്ള സ്ഥലമാണല്ലോ. അതുകൊണ്ട് തന്നെ അത്തരം ഹൃദയത്തിൽ പൈശാചികമായ സ്വാധീനം വലുതായിരിക്കും. ചീഞ്ഞളിഞ്ഞ സ്ഥലത്താണല്ലോ ഈച്ച വരിക എന്ന പോലെ ദുഷിച്ചു നാറുന്ന ഹൃദയത്തിലാണ് ശൈത്താന്മാർക്ക് താല്പര്യം. അവിടെ അവർ വന്ന് കൂടുകയും ചെയ്യും. ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഹദീസിൽ കാണാം, ലൗല അന്ന ശയാത്തീന യഹൂമൂന അലാ ഖുലൂബി ബനി ആദം ലനദറു ഇലാ മലകൂത്തിസ് സമാ. മനുഷ്യന്മാരുടെ ഹൃദയത്തിൽ പൈശാചികമായ സ്വാധീനം ഇല്ലായിരുന്നുവെങ്കിൽ ലനദറു ഇലാ മലകൂത്തിസ് സമാ, വാനലോകത്തെ അല്ലാഹു തആലാന്റെ അധികാര ലോകത്തേക്ക് പോലും നോക്കിക്കാണാൻ പറ്റുന്ന തരത്തിലേക്ക് മനുഷ്യൻ ഉയരുമായിരുന്നു. ഒരുപാട് ഉന്നതങ്ങളിലേക്ക് നോക്കിക്കാണുവാനും ഉള്ള ദീർഘദൃഷ്ടിയും മറ്റുമെല്ലാം ഉള്ളവരായി മനുഷ്യൻ മാറുമായിരുന്നേനെ. പക്ഷേ മനുഷ്യൻ്റെ ഹൃദയം ദുഷിച്ചു പോവുകയും പൈശാചികമായ ആധിപത്യം വർദ്ധിക്കുകയും ചെയ്യുമ്പോൾ മനുഷ്യൻ അധപ്പതിച്ചു പോവുകയാണ്. അതുകൊണ്ടാണ് നമ്മുടെ ആ പ്രകൃതം തന്നെ നാം കാത്തു സൂക്ഷിക്കുവാൻ കൽപ്പിക്കപ്പെടുന്നത്. അഥവാ ആ ശുദ്ധമായ പ്രകൃതം നമുക്ക് കൈമോശം വന്നു പോയാൽ, നഷ്ടപ്പെട്ടു പോയാൽ തിരിച്ചു പിടിക്കുവാനുള്ള ശ്രമവും നമ്മുടെ ഭാഗത്തിൽ നിന്നുണ്ടായിരിക്കേണ്ടതാണ്. ഹൃദയത്തിലുള്ള ദുർഗുണങ്ങളെ എടുത്തു മാറ്റി അവിടെ നല്ല ഗുണങ്ങളെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ആ ഹൃദയത്തെ പഴയ അവസ്ഥയിലേക്ക് നന്നാക്കി കൊണ്ടുവരാനുള്ള ശ്രമമാണ് പിന്നെ നമ്മുടെ ഭാഗത്തിൽ നിന്നുണ്ടാവേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവൻ്റെ യഥാർത്ഥ അടിയാറുകളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.